ലഹരിക്കും അക്രമത്തിനെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, യാത്ര തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അന്ന് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നത് 24നോട് ആർ ശ്രീകണ്ഠൻ നായരോട് ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് പ്രകാരം ഇപ്പോൾ റിപ്പോർട്ട് കൈമാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്, പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ. ഷഫീദ്, ലഹരിക്കും അക്രമത്തിനുമെതിരെയാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ SKN40 എന്ന കേരള യാത്ര നയിച്ചത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അങ്ങോളം ഇങ്ങോളം 24 യാത്ര ചെയ്യുകയായിരുന്നു. ലഹരിക്കെതിരെയുള്ള യാത്രയായിരുന്നു ഇത്. ലഹരി എന്ന വിപത്തിനെ തുടച്ചു നീക്കുക എന്നുള്ളതായിരുന്നു ആ യാത്രയുടെ ഉദ്ദേശ്യം. യാത്രയുടെ റിപ്പോർട്ട് ഇപ്പോൾ സമഗ്രമായി തന്നെ തയ്യാറാക്കിക്കൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയാണ്. അത് പരിശോധിച്ച് അതിൽ കൃത്യമായി തന്നെ നടപടി ഉണ്ടാകുമെന്നത് മുഖ്യമന്ത്രിയുടെ ഉറപ്പായിരുന്നു. മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സമർപ്പിക്കുകയാണ്. ഷഫീദ്, വിശദാംശങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്തെ കാര്യമായി ബാധിച്ച ലഹരി വിപത്തിനെ സംസ്ഥാന സർക്കാർ വലിയ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിന് പിന്തുണയുകയാണ് 24 SKN40 യാത്ര സംഘടിപ്പിച്ചത്. അതിൻ്റെ റിപ്പോർട്ട്, അതായത് ഒരു മാസം നീണ്ട യാത്രയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് 24 ചീഫ് എഡിറ്റർ ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ സമർപ്പിക്കുന്നതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. സർക്കാരിന് എല്ലാ പിന്തുണയും, സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ 24 ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ കണ്ട യാത്രയിൽ, നമ്മളുടെ ഒരു മാസം നീണ്ട യാത്രയിൽ ക്രോഡീകരിച്ച വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിലേക്കുള്ള ചില നീക്കങ്ങൾ, അതാണ് 24 നടത്തിയത്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നു. അനുജ, മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. ഒരു മാസത്തോളം നടത്തിയ യാത്ര, ആ യാത്രയിൽ 24 കണ്ടെത്തിയ ചില കാര്യങ്ങൾ, വളരെ നിർണായകമായ ചില വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഉറപ്പാണ്. അങ്ങനെ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. SKN40 കേരള യാത്രയുടെ റിപ്പോർട്ട് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിരിക്കുന്നു. എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ എന്നിവർ കൂടി ആർ ശ്രീകണ്ഠൻ നായർക്കൊപ്പമുണ്ട്. ഒരു മാസം നടത്തിയ യാത്രയായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഈ യാത്രയുണ്ടായിരുന്നു. പല ജില്ലകളിലും ഒന്നിലേറെ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിലായി യാത്ര നടത്തി. എത്രത്തോളം ഭീതിതമാണ് വിവിധ ഇടങ്ങളിലെ അവസ്ഥ, ലഹരിയുടെ പിടിയിലാണ് കേരളത്തിൻ്റെ പല മേഖലകളും എന്നൊക്കെയുള്ളത്, അത് കുട്ടികൾ ഉൾപ്പെടെ ഇതിന് ഇരകളാണ് എന്നൊക്കെയുള്ള കണ്ടെത്തൽ നമ്മൾ ഈ യാത്രയിൽ നടത്തിയതാണ്. അതിൻ്റെ സമഗ്രമായൊരു റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ 24 പാലിച്ചിരിക്കുന്നു. SKN കേരള 40 യാത്രയുടെ റിപ്പോർട്ട് ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു.